ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി. ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ്. ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലിരുന്നു ഞാൻ കണ്ടിട്ട്. കാരണം കുട്ടികൾ ദൂരെയാ, അവർ പ്രതിഷേധിച്ചു, ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത്, എന്നിട്ടും ഗവർണർക്കോ കാരണോ വല്ലതും സംഭവിച്ചു. അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ഫോൺ വിളിക്കുന്നു, നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് CRPF എത്തുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പട നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയില്ലാത്തിലും അലങ്കാരം മാത്രമാണ് ഗവർണർ പദവി. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത്. ആരും സംശയമില്ലല്ലോ, തെറ്റാണ്. ഗവർണറുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്, അതുണ്ടാവും. അതിന് CRPF എന്നാലും ഉണ്ടാവും. ഏതന്വേഷണം? അത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം പരാമർശം ഉണ്ടായില്ലെന്ന്. അതിനൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് വേണം. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ, അതുപോലുള്ള സ്ഥാനങ്ങളുള്ളവരെ ED ഇടപെടുമ്പോൾ അതിന് കോഡ് ഓഫ് കോണ്ട് ഉണ്ടായിട്ടാണ് അത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. അവിടെ ഹൈക്കോടതി മസാല ബോണ്ട് കേസിൽ പറഞ്ഞ വിധിയുടെ അന്തസ്സത്തക്കെതിരാണ് EDയുടെ നീക്കം. 2 വർഷം അന്വേഷിച്ചിട്ടും എന്താണ് നിയമലംഘനമെന്ന് കണ്ടെത്താൻ പറ്റാത്തവരാ ഇനിയിപ്പോൾ വിളിപ്പിച്ചിട്ട് ചോദിക്കാൻ പോണ്. നിയമലംഘനം എന്തെന്ന് പറയട്ടെ, എന്നാൽ നിശ്ചയമായിട്ടും അക്കാര്യത്തിൽ ചെന്ന് സഹകരിക്കാം. അല്ലാതെ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി വിധിയുടെ അന്തസ്സത്തക്കെതിരാണ്. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇനിയും നമ്മൾ അമാന്തിക്കേണ്ട കാര്യമുണ്ടോ? അത് രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. കത്തയച്ചുകൊണ്ടൊന്നും മാറും തോന്നുന്നുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? ഇത് BJP അറിഞ്ഞുകൊണ്ടുള്ള നീക്കമില്ലെന്ന്. അല്ല, ഗവർണർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണോ? കാരണം കേരളം ഒരു സംസ്ഥാനത്തല്ലല്ലോ. എവിടെയൊക്കെ പ്രതിപക്ഷം ഭരിക്കുന്നോ അവിടെയൊക്കെ ഈ ഗവർണർമാർ ഇതുപോലെ പെരുമാറുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് BJPയുടെ ഒരു കാര്യപരിപാടിയാണ്. അത് നിർവഹിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്.